മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ആഞ്ഞടിച്ചുകൊണ്ട് സാബു എം ജേക്കബ് രംഗത്ത് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു ഉറച്ച ശബ്ദം നമ്മൾ ഇവിടെ കൊടുക്കാം. ഓരോ മലയാളിയും തിരിച്ചറിയണം, വരുന്ന നിയമസഭാ ഇലക്ഷനിൽ വലിയ മാറ്റമാണ് നമ്മുടെ കേരളത്തിൽ വരാൻ പോകുന്നത്. ചരിത്രം തന്നെ മാറി മറിയാനുള്ള വലിയൊരു മാറ്റം വരുന്ന നിയമസഭാ ഇലക്ഷൻ റിസൾട്ടിൽ 100% ഉണ്ടാവും എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. അതൊക്കെയായി ബന്ധപ്പെട്ട വലിയ മാറ്റത്തിന്റെ ഉറച്ച ശബ്ദമാണ് നിങ്ങൾ ഈ കേൾക്കുന്നത്. ആ ഒരു ഭാഗം ഒന്ന് കേട്ടു. ഒരു ചെറിയൊരു ഭാഗം അവിടെ കൊടുക്കുന്നു. കലാപം NDA എന്ത് കലാപം ഇവിടെ ഉണ്ടാക്കിയത്? BJP എന്ത് കലാപം ഉണ്ടാക്കിയത്? നമ്മള് ഇവിടുത്തെ LDFും UDFും പറയാണ് NDA കലാപം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. അതാണോ കലാപം? നമ്മൾ വ്യക്തമായിട്ടൊരു കാര്യം പറയണം. ഈ 12 വർഷക്കാലം NDA ഇന്ത്യ ഭരിച്ചു. എന്ത് കലാപമാണ്? ഇന്ത്യക്ക് ദൂഷ്യമായിട്ട് എന്ത് നിലപാടാണ് എടുത്തത്? ഞാൻ ഓർക്കുന്നുണ്ട്, ഈ 12 വർഷം മുമ്പ് വിദേശങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ നമ്മളെ ഇന്ത്യ ഒരു ദരിദ്ര രാജ്യമായിട്ടാണ് കരുതിയിരുന്നത്. ഇന്ത്യക്കാരൻ എന്ന് പറയുമ്പോൾ പുച്ഛത്തോടെ നോക്കിയിരുന്ന കാലമുണ്ട്. തല കുനിച്ച് ഞങ്ങൾ നിന്നിട്ടുണ്ട്. ഇന്ന് ആ സ്ഥിതി മാറി. ഇന്ന് ഇന്ത്യക്കാരൻ എന്ന് പറയുമ്പോൾ മോഡിജി ഫസ്റ്റ് പറയുന്ന പേരാണത്. അവർ പറയുന്ന ഇന്ന് നമ്മുടെ തല ഉയർത്തി നിൽക്കാം അന്തസ്സോടെ. ഇന്ത്യ ലോകത്തിൽ തന്നെ ഒരു ശക്തിയായി മാറി. ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് കഴിഞ്ഞാൽ ലോകം അറിയപ്പെടുന്ന നേതാവ് ആരാണത്? ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡിജിയാണത്. വേറൊരു നേതാവുണ്ടോ? റഷ്യൻ പ്രസിഡന്റിനെ പറ്റി പറയുന്നുണ്ടോ? യൂറോപ്യൻ പ്രധാനമന്ത്രിയെ പറ്റി പറയുന്നുണ്ടോ? ചൈനീസ് പ്രധാനമന്ത്രിയെ പറ്റി പറയുന്നുണ്ടോ? അപ്പോൾ ഇന്ന് ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു നേതാവായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ലോകത്തിന്റെ മുന്നിൽ എത്രത്തോളം അതിന്റെ യശസ് ഉയർത്തി, അതിന് പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത് എന്നുള്ളത് വ്യക്തമാണ്. നിങ്ങൾ കേട്ടില്ലേ എത്ര സുന്ദരമായിട്ടാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇന്ന് ലോക നേതാവിൽ വളരെ പ്രധാനപ്പെട്ട ആളായിട്ട് മാറി എന്നുള്ളത് പറയുന്നത്. ഒരു കാര്യം വളരെ വലിയൊരു യാഥാർത്ഥ്യ. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഈ രാജ്യം ഭരിക്കുന്നത് മുതലാണ്, ഭരിക്കൽ തുടങ്ങിയത് മുതലാണ് വിദേശങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അഭിമാനത്തോടു കൂടി ഇന്ത്യക്കാരനാണ്, ഭാരതീയനാണ് എന്നുള്ളത് വിളിച്ചു പറയാൻ സാധിക്കുന്നത്. ആ ഒരു ദരിദ്ര രാജ്യം എന്നുള്ളത് മാറിയത് പോലും 2014 ശേഷമാണ്. ഇതൊക്കെ ഒരു വലിയ യാഥാർത്ഥ്യമാണ്. ഇത് മലയാളികൾ കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. സാബു എം ജേക്കബിന്റെ വരവോട് കൂടിയിട്ട് വലിയ രീതിയിൽ ഇവിടെ കുറെ മണ്ടന്മാരുണ്ട്. അതൊരു യാഥാർത്ഥ്യം. സകല മലയാളികളും നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിലെ അവതാരകരൊക്കെ വലിയ കുണാണ്ടർമാരാണ് എന്നാണ് അവരൊക്കെ ഒരു ധാരണ. എന്നാൽ അവരുടെ ഏറ്റവും വലിയൊരു വിവരക്കേട് നിങ്ങൾ കേട്ടിരുന്നു. അതായത് സാബു എം ജേക്കബിന്റെ 2020 NDAയുടെ ഭാഗമാവുന്നു, BJPയുടെ മുന്നണിയിലേക്ക് എത്തുന്നു, NDA ഭാഗമാവുന്നു എന്ന വാർത്ത വന്നപ്പോഴേക്ക് അരുൺകുമാർ ഒരു ഭാഗത്ത് ചാർട്ടുമായിട്ട് രംഗത്തെത്തുക, മറ്റൊരു ചാനലിൽ അങ്ങനെ അവിടെ ഒരു സീറ്റ്, അതായത് 2020യുടെ ഏരിയയിൽ അവിടെ ഇത്ര വോട്ടേ ഉള്ളപ്പോൾ ഒരു സീറ്റേ കിട്ടാൻ. ഇതാണ് ഒരു നിലവാരമുള്ള മാധ്യമ പ്രവർത്തകർ. ഒരു പാർട്ടി, പ്രധാനപ്പെട്ട പഞ്ചായത്തുകളൊക്കെ ഭരിക്കുന്ന ഒരു പാർട്ടി BJPയുടെ ഭാഗമാകുമ്പോ ആ 2020 ആ എണ്ണം എടുത്തിട്ട് ഈ രീതിയിലാണ് യഥാർത്ഥത്തിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഒരു മുന്നണിയുടെ മറ്റൊരു മുന്നണിയുടെ ഭാഗമാകുമ്പോൾ ചർച്ച ചെയ്യുക ഇല്ല. ഇതൊരു ആന മണ്ടത്തര ചർച്ചയാണ് അരുൺകുമാർ ഉൾപ്പെടെ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഈ 2020 എന്ന് പറയുന്ന പാർട്ടി NDAയുടെ ഭാഗമാകുമ്പോ കേരളത്തിൽ വലിയ സന്ദേശം. എങ്ങനെ കേരളത്തിൽ ഒന്നടങ്കം ഒരു സന്ദേശം, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗം, അതേപോലെ തന്നെ വിവേകമുള്ള മലയാളികളൊക്കെ ചിന്തിക്കൂ. ഇത്രയും കാലം ഇവിടെ LDFും UDFും എന്താ പറഞ്ഞത്? അവര് കലാപമാണ് നടത്തുന്നത്, BJP അങ്ങനെയാണ്, വർഗീയതയാണ്, ഇതൊക്കെ പറയുന്ന ഒരു പാർട്ടിയിലേക്ക് ഒരു പ്രധാനപ്പെട്ട കേരളത്തിലെ സാബു എം ജേക്കബ് ഒക്കെ നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടി വെറുതെ അങ്ങ് പോവില്ലല്ലോ. അവര് പറയുന്നത് എന്താണ് എന്നുള്ളത് കേരള ജനത ശ്രദ്ധിക്കൂ. അദ്ദേഹം കൃത്യമായിട്ട് എടുത്തു. അദ്ദേഹം ഒരു അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരനാണ്, അദ്ദേഹം അറിയപ്പെടുന്ന ഒരു വ്യവസായിയാണ്. അദ്ദേഹം വ്യക്തമായിട്ട് വിദേശ രാജ്യങ്ങളില് ഇന്ത്യക്കാരൻ എന്ന് പറയുമ്പോൾ അതിന് ബഹുമാനം ലഭിക്കുന്നു എന്ന് പറയുന്നത് ഒരിക്കലും വിദേശത്ത് പോകാതെ മോദി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയുന്നവരെ പോലെയല്ല. മറിച്ച് വിദേശ രാജ്യങ്ങളിലൂടെ ഒരുപാട് യാത്രകൾ നടത്തിയ ഒരു ലീഡർ സാബു എം ജേക്കബ് ആണ് പറയുന്നത് ബഹുമാനം ലഭിക്കും. ഇത് മലയാളികൾ, പ്രത്യേകിച്ച് പുതുതലമുറയിൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് വലിയ രീതിയിൽ
എന്തുകൊണ്ട് ആളുകൾ BJP-യെ ചൂസ് ചെയ്യുന്നു, എന്തുകൊണ്ട് BJP-യിലേക്ക് പോകുന്നു, എന്തേ സാബു എം ജേക്കബിന് UDF-ന്റെ ഭാഗമാവാത്തത്, LDF-ന്റെ ഇത് ചർച്ച ചെയ്യൽ, ഇത് അല്ലാതെ ഈ 2020-ലുള്ള ആളുകൾ മാത്രം വന്നിട്ട് BJP-ക്ക് ഒരു സീറ്റ് കിട്ടുന്നൊക്കെ പറയുന്നതാണോ പൊളിറ്റിക്സ്? യഥാർത്ഥത്തിൽ ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് കേരളത്തിൽ വരാൻ പോവാ, ഒരു തർക്കമില്ലാത്ത വിഷയം. ഈ സാബു എം ജേക്കബ് ഒക്കെ ഈ വരവോട് കൂടിയിട്ട് 2020-യുടെ വരവോട് കൂടിയിട്ട് നമ്മുടെ കേരളത്തിൽ ഈ BJP-യുമായി ബന്ധപ്പെട്ട് NDA-യുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ചർച്ച നടക്കൂ. എന്തുകൊണ്ട് അങ്ങോട്ട് പോയി, എന്തുകൊണ്ട് പോവേണ്ടായിരുന്നു, എന്തിനു പോകണം, ഇത്തരത്തിൽ പല ഭാഗങ്ങളിൽ ചർച്ച നടക്കുക. അപ്പൊ ഇത് മലയാളികൾ കൃത്യമായിട്ട് മനസ്സിലാക്കും. BJP കൃത്യമായ വികസനം നടത്തുന്നുണ്ട്. ഈ രാജ്യത്ത് സമാനതകളില്ലാത്ത വികസനം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് കൊണ്ടാണ് ഈ വിദേശ രാജ്യത്ത് പോയാൽ പോലും ഇന്ത്യ എന്ന് അഭിമാനത്തോട് കൂടിയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നതും വിദേശ രാജ്യങ്ങളിലെ ആളുകൾ ഇന്ത്യ എന്ന് പറയുന്നത് എന്നുള്ളതും മലയാളികൾ പ്രത്യേകിച്ച് പുതുതലമുറ പോലും വലിയ രീതിയിൽ മനസ്സിലാക്കുക. ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളിലെ ഇന്ത്യക്കാരൻ എന്ന് പറയുമ്പോൾ അതൊരു അഭിമാനത്തോടു കൂടി പറഞ്ഞുകൂടെ? ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വ്യാപാര കരാറ് ഈ 27 രാജ്യങ്ങളുള്ള യൂറോപ്യൻ യൂണിയൻ ഒരു ഭാഗത്ത്, ഏതെങ്കിലും ഒരു യൂറോപ്പിലെ ഒരു രാജ്യം നല്ല പറയുന്നത്, 27 രാജ്യങ്ങളുള്ള യൂറോപ്യൻ യൂണിയൻ ഒരു ഭാഗത്ത്, മറുഭാഗത്തുള്ള നമ്മുടെ ഭാരതം, നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ഇന്ത്യ. ഈ ഇന്ത്യയുമായിട്ടാണ് 27 രാജ്യങ്ങളുമായുള്ള ഒരു വ്യാപാര കരാറിൽ ഒപ്പുവെക്കുന്നത്. ആ 27 രാജ്യങ്ങൾക്കും തുല്യമായിട്ട് ഒരു ഭാഗത്ത് നിൽക്കുന്നത് നമ്മുടെ ഭാരത. അപ്പൊ ഇതൊക്കെ അഭിമാനത്തോടു കൂടിയാണ് ഓരോ പൗരനും ഓരോ ഭാരതീയനും മനസ്സിലാക്കേണ്ടത്. അപ്പൊ യൂറോപ്പിലെ ഏത് രാജ്യത്ത് പോയിട്ട് ഇന്ത്യക്കാരനാണ് എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി അറിയാത്ത, ഇന്ത്യ അറിയാത്ത ആളുകളുണ്ടോ? അത് സമ്പന്നമായ ഇന്ത്യ എന്ന രീതിയിലേക്ക് ഈ രാജ്യം വളർന്നുകൊണ്ടിരിക്കുക. അല്ലാതെ ലോകത്തിലെ ഏറ്റവും വലിയൊരു വ്യാപാര കരാറിലേക്ക് യൂറോപ്യൻ യൂണിയൻ അങ്ങ് വന്നിട്ട് ഒപ്പിടും. ഇത്രയും കാലം ഇട്ടിട്ടൊന്നുമില്ലല്ലോ. ഇത്രയും കാലം ഈ പറയുന്ന കോൺഗ്രസ് 65 വർഷക്കാലം രാജ്യം ഭരിച്ച സമയത്ത് ഒരു യൂറോപ്യൻ യൂണിയൻ വന്നിട്ട് ഇവിടെ ഒപ്പിട്ട് ഒരു കരാറിലേക്ക് എത്തിയിട്ടില്ലല്ലോ. അപ്പൊ വലിയ മാറ്റങ്ങൾ ഈ രാജ്യത്തുണ്ടാവുന്നുണ്ട്. അത് നമ്മുടെ കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ചയാവുക. ഈ 2020 വരുന്നു. നാളുകളിലും ഒരുപാട് കോൺഗ്രസ് നേതാക്കന്മാര്, ഇടതുപക്ഷ നേതാക്കന്മാര്, പ്രവർത്തകരൊക്കെ തന്നെ BJP-യിലേക്ക് എത്തും. ഇതൊക്കെ പറയുമ്പോ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് എന്നെ തെറിവിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല. നമ്മുടെ കേരളത്തിൽ നടക്കാൻ പോകുന്ന യാഥാർത്ഥ്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് തെളിവുകൾ സഹിതം മുന്നോട്ട് വെക്കുന്നതേ ഉള്ളൂ. കാരണം ഇവിടെ UDF-ഉം LDF-ഉം പ്രശ്നമാണ്, എന്ത് പ്രശ്നമെന്ന് ചിന്തിക്കൂലേ? പണ്ടുള്ളതുപോലെ ഇവിടെ പ്രമുഖ മാധ്യമങ്ങൾ മാത്രമാണോ കേരളത്തിലുള്ള? അല്ല. പ്രമുഖ മാധ്യമങ്ങൾ നിരന്തരം UDF-നും LDF-നും വേണ്ടി പണിയെടുത്ത് BJP അങ്ങനെയാണോ എന്ന് പറയുമ്പോ കാലം മാറി, കാലഘട്ടം മാറി. കേരളത്തിൽ ഇപ്പൊ ഓൺലൈൻ മീഡിയാസ്, സോഷ്യൽ മീഡിയ നല്ല രീതിക്ക് ആളുകൾ കൈകാര്യം ചെയ്യുന്നു, വിവരങ്ങൾ അറിയാൻ ഓടിയെത്തുന്നു. അപ്പൊ ആളുകൾക്ക് യാഥാർത്ഥ്യം മനസ്സിലാകുക. BJP ഇവിടെ വികസനം ചെയ്യുന്നുണ്ട്. അത് കണ്ടിട്ടാണ് സാബു ജേക്കബ് പോയിട്ടുള്ളത്. ഇതിപ്പോ പ്രമുഖ മാധ്യമം കണ്ടാൽ എങ്ങനെയാ അങ്ങനെയാണ് ഇങ്ങനെയാണ് വർഗീയത എന്നല്ലാതെ BJP-യെ കുറിച്ച് നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ എന്തെങ്കിലും പറയുമോ? അതേസമയത്ത് ജനങ്ങൾ ഇന്ന് യാഥാർത്ഥ്യം സോഷ്യൽ മീഡിയയിലേക്ക് ഓടിയെത്തുക, യാഥാർത്ഥ്യം തിരിച്ചറിയുക. അപ്പൊ സാബു എം ജേക്കബിന്റെ വരവ് BJP-ക്ക് ഈ പറയുന്ന 2020 അവിടെയുള്ള ഒരു സീറ്റ് മാത്രമല്ല, കേരളത്തിൽ ഒന്നടങ്കം വലിയ മാറ്റം. ഇതൊന്നും വെറുതെ പറയുന്നല്ല. വരുന്ന നിയമസഭാ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോ 100% ഉറപ്പിച്ചോളൂ, വലിയ മാറ്റം, ചരിത്രപരമായ മാറ്റമായിരിക്കും വരുന്ന നിയമസഭാ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോ BJP-ക്ക് ഉണ്ടാവാൻ പോകുന്നത്. BJP ഇവിടെ വിജയിക്കാൻ പോകുന്നത്. ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ കേരളം ഇന്നല്ലെങ്കിൽ നാളെ ദേശീയതയുടെ പതാക ഉയരുക തന്നെ ചെയ്യും. ദേശീയതയെ നമ്മുടെ കേരളക്കര ഒന്നടങ്കം നെഞ്ചിലേറ്റുക തന്നെ ചെയ്യും. അതിന്റെ ആദ്യ സൂചനകളാണ് ഈ 2020-യുടെ വരവ് എന്നുള്ളതൊക്കെ ബോധമുള്ള സകല മലയാളികളും കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞോളൂ.